നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നഗരസഭാ ഭരണസമിതിയും സെക്രട്ടറിയും തമ്മിലുള്ള തർക്കം. മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥലം മാറ്റം. ഉത്തരവ് പുറപ്പെടുവിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ. ലോക ലഹരിവിരുദ്ധ ദിനാചരണം. മൂവാറ്റുപുഴ മോഡൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ പ്ലക്കാർഡുകൾ ഏന്തി വിദ്യാർത്ഥികൾ. നഗരത്തിലെ BSNL ക്വാർട്ടേഴ്സ് കാടുകയറി നശിക്കുന്നു. ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടം ഇഴജന്തുക്കളുടെ താവളമായി മാറി. OP ടിക്കറ്റിനായുള്ള നീണ്ട ക്യൂവിന് പരിഹാരം. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ടോക്കൺ സംവിധാനം ഒരുക്കി നഗരസഭ. ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയായി പ്രഖ്യാപിക്കണം. നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം നടത്തി. വാർത്തകൾ വിശദമായി. നഗരസഭാ ഭരണസമിതിയും സെക്രട്ടറിയും തമ്മിലുള്ള തർക്കങ്ങൾക്കൊടുവിൽ മൂവാറ്റുപുഴ നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥലം മാറ്റം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മൂവാറ്റുപുഴ നഗരസഭാ ഭരണസമിതിയും സെക്രട്ടറിയും തമ്മിലുള്ള തർക്കങ്ങൾക്കൊടുവിൽ നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥലം മാറ്റം. നഗരസഭാ സെക്രട്ടറി സിമി എച്ചിനെ മൂവാറ്റുപുഴയിൽ നിന്നും അടിയന്തരമായി സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കളമശ്ശേരി നഗരസഭയിലേക്കാണ് സെക്രട്ടറിയെ മാറ്റി നിയമിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരസഭയിലെ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതിയും സെക്രട്ടറിയും തമ്മിൽ ദീർഘനാളായി കടുത്ത ഭിന്നതയിലായിരുന്നു. കൗൺസിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സെക്രട്ടറി വിമുഖത കാണിക്കുന്നുവെന്നും ഫയലുകൾ വെച്ചു താമസിപ്പിക്കുന്നുവെന്നും ഭരണസമിതി നിരന്തരം ആരോപിച്ചിരുന്നു. തർക്കങ്ങൾ പരിധിവിട്ടതോടെ സെക്രട്ടറിക്കെതിരെ ഭരണസമിതി കൗൺസിലിൽ അവിശ്വാസ പ്രമേയം പാസാക്കിയിരുന്നു. സെക്രട്ടറിയുടെ പ്രവർത്തന ശൈലിക്കെതിരെയും പൊതുജനങ്ങളോടുള്ള സമീപനത്തിനെതിരെയും ശക്തമായ വിമർശനങ്ങളാണ് കൗൺസിൽ യോഗത്തിൽ ഉയർന്നിരുന്നത്. സാധാരണക്കാരായ ജനങ്ങളോട് അപമര്യാദയായി പെരുമാറുകയും നിയമപരമായ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു കൗൺസിലിന്റെ ആരോപണം. ഭരണപക്ഷത്തെ ചില കൗൺസിലർമാരും ചെയർപേഴ്സണും ചേർന്ന് സെക്രട്ടറിയെയും മറ്റു ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തുന്നതായും സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും കാണിച്ച് ഉദ്യോഗസ്ഥ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. തുടർച്ചയായ പ്രശ്നങ്ങൾ നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും വികസന പദ്ധതികളെയും പൂർണ്ണമായി ബാധിച്ച പശ്ചാത്തലത്തിലാണ് സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടലുണ്ടായത്. ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ മോഡൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ പ്ലക്കാർഡുകൾ എത്തിയാണ് ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള സർക്കാർ വിഭാവനം ചെയ്ത ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയായ തൂഫാന്റെ ഭാഗമായി മൂവാറ്റുപുഴ മോഡൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. നിർമ്മല ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ലഹരിവിരുദ്ധ പ്ലക്കാർഡുകളേന്തി മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. സ്കൂളിലെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾക്ക് ഹെഡ്മിസ്ട്രസ് ഷമീന ബീഗം, അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി വരുന്നു. സമൂഹത്തെ കാർന്നു തിന്നുന്ന വലിയൊരു സാമൂഹ്യ വിപത്തിനെ തുടച്ചു നീക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്കൂളിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാരാക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഹെഡ്മിസ്ട്രസ് ഷമീന ബീഗം പറഞ്ഞു. അധ്യാപകരായ അംബുജം, അനു, ബഷീർ, ജെയ്സൺ, രമ്യ, റഹ്മത്ത്, സനിക എന്നിവർ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നഗരത്തിലെ BSNL ക്വാർട്ടേഴ്സ് കാടുകയറി നശിക്കുന്നു. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടം ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ നഗരത്തിലെ BSNL ക്വാർട്ടേഴ്സ് കാടുകയറി നശിക്കുന്നു. വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടമാണ് കാടുകയറി ജീർണാവസ്ഥയിലായി മാറിയിരിക്കുന്നത്. SNDP റോഡിലെ BSNL ക്വാർട്ടേഴ്സാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നത്.
ക്വാർട്ടേഴ്സ് നവീകരിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ നഗരസഭാംഗം VA ജാഫർ സാദിഖ് നേരത്തെ എറണാകുളം ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു. BSNL ക്വാർട്ടേഴ്സിലെ ഭൂരിപക്ഷം ക്വാർട്ടേഴ്സുകളും കാടുകയറി വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ SNDP ജംഗ്ഷനിൽ റോഡിനോട് ചേർന്ന സബ് ജയിലിന് എതിർവശമാണ് BSNL ക്വാർട്ടേഴ്സ്. ഇവിടെ കാടുകയറിയതോടെ ഇപ്പോൾ ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. രാത്രി റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് വരുന്ന ഇഴജന്തുക്കൾ ഭീഷണിയായിട്ടുണ്ട്. ഇഴജന്തുക്കളുടെ ശല്യം മൂലം സമീപത്ത് താമസിക്കുന്ന BSNL ജീവനക്കാരും ദുരിതത്തിലാണ്. അടിയന്തരമായി ക്വാർട്ടേഴ്സിലെ കാടെങ്കിലും വെട്ടിത്തെളിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. OP ടിക്കറ്റിനായുള്ള നീണ്ട ക്യൂവിന് പരിഹാരമായി. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ടോക്കൺ സംവിധാനം ഒരുക്കി നഗരസഭ. ടോക്കൺ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ രോഗികളുടെ സൗകര്യം മുൻനിർത്തി നഗരസഭയുടെ നേതൃത്വത്തിൽ ആധുനിക OP ടോക്കൺ സംവിധാനമൊരുക്കി. OP ടിക്കറ്റ് എടുക്കുന്നതിനായി രോഗികൾ നേരിട്ടിരുന്ന നീണ്ട ക്യൂവും അതുമായി ബന്ധപ്പെട്ട പരാതികൾക്കും ഇതോടെ പരിഹാരമായി. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കാത്തിരിക്കാൻ കൂടുതൽ ഇരിപ്പിടങ്ങളും നഗരസഭയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കി. ടോക്കൺ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ആദ്യ OP ടിക്കറ്റ് സ്വീകരിച്ച് നിർവഹിച്ചു. മൂവാറ്റുപുഴ ജനറൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. ഇവിടെ പേഷ്യൻസ് വന്ന് ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരുന്നു. ടോക്കൺ കിട്ടാനായിട്ടുള്ള താമസം, ഇതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. അതിൻ്റെ ഒരു പ്രതിവിധിയായിട്ടാണ് ഇന്ന് ടോക്കൺ സംവിധാനം മൂവാറ്റുപുഴ ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മനോഹരമായ രീതിയിൽ ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കുവാനായിട്ടും ജനറൽ ഹോസ്പിറ്റലിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പേഷ്യൻസ് ഇപ്പോൾ ഇന്ന് വന്നവർ തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ്. പെട്ടെന്ന് അവർക്ക് തന്നെ സെൽഫ് സർവീസാണ്. പെട്ടെന്ന് തന്നെ ഒരു ബട്ടൺ ഞെക്കിയാൽ തന്നെ ടോക്കൺ വരുന്നു. അതനുസരിച്ച് തർക്കങ്ങളില്ല, ആർക്കും പ്രയോറിറ്റൈസ് ചെയ്യുന്നുള്ള പരാതികളില്ല. ആ സിസ്റ്റം അനുസരിച്ച് തന്നെ ആളുകൾക്ക് ഡോക്ടറെ കാണാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊരു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോക്കൺ ഡിസ്പെൻസറുകളും 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേകമായി സംവരണം ചെയ്ത ഒരു ടോക്കൺ ഡിസ്പെൻസറും ഉൾപ്പെടെ ആകെ 3 ടോക്കൺ ഡിസ്പെൻസറുകളാണ് ആശുപത്രിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പുതിയ സംവിധാനത്തിലൂടെ രോഗികൾക്ക് കൂടുതൽ വേഗത്തിലും ക്രമബദ്ധമായും OP സേവനം ലഭ്യമാകും. വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ CM ഷുക്കൂർ, വാർഡ് കൗൺസിലർ ഷിതാറാണി തോമസ്, ആശുപത്രി സൂപ്രണ്ട്, ഡോക്ടർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണം നടത്തി. RSS മൂവാറ്റുപുഴ ജില്ലാ സംഘചാലക് പ്രൊഫസർ EV നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണം നടത്തി. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരത അനുഭവിച്ചവർക്ക് ആദരവ് നൽകി. RSS മൂവാറ്റുപുഴ ജില്ലാ സംഘചാലക് പ്രൊഫസർ EV നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. EV നാരായണൻ നമ്പൂതിരി, PR ഗോപാലകൃഷ്ണൻ, EK നന്ദനൻ, രവി മാലിൽ, PG വിശ്വംഭരൻ, CN ശ്രീനിവാസൻ, ശശി TA, KR വേലായുധൻ നായർ, രാജൻ PK, B രമേശ് എന്നിവരെ ആദരിച്ചു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കൗൺസിൽ അംഗം BN വിജയൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ET നടരാജൻ, അരുൺ P മോഹനൻ, മണ്ഡലം പ്രസിഡന്റുമാരായ T ചന്ദ്രൻ, അരുൺ നെല്ലിമറ്റം, ബിനുകുമാർ, മോർച്ച ജില്ലാ പ്രസിഡന്റുമാരായ ഷാബു VC, AS വിജുമോൻ, അജീഷ് തങ്കപ്പൻ, KK അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വഴിയിൽ വീണ് കിട്ടിയ 1 പവനോളം തൂക്കം വരുന്ന സ്വർണമാല ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ ഏൽപ്പിച്ച് യുവാക്കൾ മാതൃകയായി. മൂവാറ്റുപുഴ സ്വദേശികളായ ഷിനാജ്, സബീർ എന്നിവരാണ് തങ്ങളുടെ സത്യസന്ധത കൊണ്ട് കയ്യടി നേടുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച മൂവാറ്റുപുഴ ചാലിക്കടവ് ജംഗ്ഷനിലെ ഒരു ഹോട്ടൽ പാർക്കിംഗിൽ നിന്നാണ് യുവാക്കൾക്ക് സ്വർണമാല ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് വണ്ണപ്പുറ സ്വദേശികളുടേതാണെന്ന് തിരിച്ചറിഞ്ഞത്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെയും കൗൺസിലർമാരെയും ആക്രമിച്ച CPM ഗുണ്ടകൾക്കെതിരെ മൂവാറ്റുപുഴയിൽ BJP പ്രതിഷേധം. BJP ജില്ലാ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വെള്ളൂർകുന്നത്ത് സമാപിച്ചു.
തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷിനെയും സഹ കൌൺസിലർമാരെയും ആക്രമിച്ച CPM ഗുണ്ടകൾക്കെതിരെ BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി മൂവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP ജില്ലാ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കച്ചേരിത്താഴം ചുറ്റി വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്ര ഗോപുരത്തിന് മുന്നിൽ സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് PP സജീവ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ആ സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 45 വർഷക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേഷൻ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന കോർപ്പറേഷൻ, ആ കോർപ്പറേഷൻ നന്നാക്കുവാൻ അവിടുത്തെ തിരുവനന്തപുരത്തെ നിവാസികളുടെ കോർപ്പറേഷൻ നിവാസികളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് എന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലർമാർ അവരുടെ ഗുണ്ടകൾ ആ കോർപ്പറേഷൻ ഹാളിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുമായി വരുന്നത്. അത്തരത്തിൽ നടത്തുന്ന പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളായി മുന്നോട്ട് വരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ മേയർ മുന്നോട്ട് പോകുന്നു, നമ്മുടെ കൗൺസിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ ഇന്ന് നടത്തിയ ആ അക്രമത്തെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ. സംസ്ഥാന കൌൺസിൽ അംഗം VN വിജയൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ET നടരാജൻ, അരുൺ P മോഹൻ, മണ്ഡലം പ്രസിഡന്റുമാരായ T ചന്ദ്രൻ, അരുൺ നെല്ലിമറ്റം, ബിനുകുമാർ, മോർച്ച ജില്ലാ പ്രസിഡന്റുമാരായ ഷാബു VC, AS വിജുമോൻ, അജീഷ് തങ്കപ്പൻ, KK അനീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മൂവാറ്റുപുഴയെ പുതിയ ജില്ലയായി പ്രഖ്യാപിക്കണം. നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം. കേരള സർക്കാർ പുതിയ ജില്ലകൾ രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയതോടെ മൂവാറ്റുപുഴയെ കേരളത്തിന്റെ പുതിയ ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന ദീർഘകാല ആവശ്യം ശക്തമാക്കുന്നതിനായി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത, വ്യാപാര, വ്യവസായ, യുവജന, സന്നദ്ധ സംഘടനകളുടെ സംയുക്ത യോഗം ചേർന്നു. MP ഡീൻ കുര്യാക്കോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു. 1970കളുടെ തുടക്കം മുതൽ മൂവാറ്റുപുഴയെ ജില്ലയാക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. ആരക്കുഴ മംഗലശ്ശേരിയിൽ കുര്യാക്കോസിന്റെ ഭാര്യ അന്നക്കുട്ടി നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച 9:30 ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ. പരേത മീൻകുന്നം കിഴക്കേ പാലിയത്ത് കുടുംബാംഗമാണ്. മക്കൾ ജോർജ്, ജോണി, മാത്യു, പരേതനായ ജോസ്. മരുമക്കൾ ലിസി ജോർജ്, LC ജോണി, ലിറ്റി മാത്യു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.